ഒരു അവാർഡ്. അത് ആദ്യത്തെ അവാർഡ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രാഘവേട്ടന് തന്നെ കിട്ടിയത്. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനും രാഘവേട്ടന് ഏകദേശം 68-ലാണ് വന്നത്. ഒരേ സമയത്താണ് സിനിമയിൽ വരുന്നത്. ഞങ്ങൾ ഒന്നിച്ചും ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്, സീരിയലുകൾ അഭിനയിച്ചിട്ടുണ്ട്. എപ്പോഴും ഒരേപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം. എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്, ഞങ്ങൾ റെസ്റ്റ് ഹൗസ് എന്നൊരു സിനിമയിൽ അഭിനയിച്ചത്. അപ്പോൾ 10 കൃഷ്ണന്മാരും 10 രാധമാരുമാണ് അതിൽ അവന് ഏത് വേഷം കെട്ടുന്നത്. ഷീല പ്രേമസൻ എല്ലാവരും ഉണ്ട്. അപ്പം രാഘവേട്ടന് കൃഷ്ണൻ്റെ വേഷം കെട്ടിച്ചു. ഒരു സ്ഥലത്ത് പോയിരിക്കും പുള്ളി കൃഷ്ണനെ ഇങ്ങനെ കാണാനില്ല. അപ്പം രാഘവേട്ടനെ പോയി ഞങ്ങളെല്ലാവരും വിളിക്കുക. രാഘവേട്ടൻ ആരുമായിട്ടും അധികമായിട്ട് അങ്ങനെ മിങ്കിൾ ചെയ്യുന്നൊരു സ്വഭാവമല്ല. ഇപ്പോഴത്തെ രാഘവേട്ടനേ അല്ല. പണ്ട് വളരെ സൈലൻ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പോയി ചേട്ടാ വരൂ ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഞങ്ങൾ അത് നല്ല രസമായിരുന്നു. അന്നത്തെ ആ ഷൂട്ടിങ്ങും എല്ലാം. ഞങ്ങൾ ഏർക്കാടോ എവിടെയായിരുന്നു? ഏർക്കാടല്ലായിരുന്നു. അതെ, ഒരു 10-20 ദിവസം ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ആഘോഷത്തോടു കൂടി രാത്രിയിലൊക്കെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് വളരെ ആവശ്യമായിരുന്നു. അങ്ങനെ ഇപ്പോഴും രാഘവേട്ടൻ്റെ കൂടെ സീരിയലും ഇതൊക്കെ അഭിനയിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരും.